2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം റെയിൽവേ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന മെഗാ മോഡേണൈസേഷൻ പ്ലാൻ റീസെൻ്റ്ലി ഇന്ത്യൻ റെയിൽവേ പുറത്തുവിട്ടിരുന്നു. 12 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഇന്ത്യൻ റെയിൽവേയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ റീഫണ്ട് എമൗണ്ട് യൂസേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതിയിലുള്ള പുതിയ റീഫണ്ട് സംവിധാനം, റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റികളും അറിയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സൂപ്പർ ആപ്പ്, 100 കിലോമീറ്റർ താഴെയുള്ള റെയിൽവേ റൂട്ടുകളിൽ ഓടുന്നതിന് വേണ്ടി വന്ദേ മെട്രോ ട്രെയിനുകൾ, 100 കിലോമീറ്റർ മുതൽ 550 കിലോമീറ്റർ വരെയുള്ള റെയിൽവേ റൂട്ടുകളിൽ ഓടുന്നതിന് വേണ്ടി വന്ദേ ചെയർകാർ ട്രെയിനുകൾ, 550 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുള്ള റൂട്ടുകളിൽ ഓടുന്നതിന് വേണ്ടി വന്ദേ സ്ലീപ്പർ ട്രെയിനുകൾ, 40,000 കിലോമീറ്റർ ചുറ്റളവിൽ നിർമ്മിക്കുന്ന 3 റെയിൽവേ കോറിഡോറുകൾ എന്നിവയാണ് റെയിൽവേയുടെ മെഗാ മോഡേണൈസേഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബുള്ളറ്റ് ട്രെയിനുകളുടെ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് 300 കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം 300 കിലോമീറ്റർ ചുറ്റളവിൽ ബുള്ളറ്റ് ട്രെയിനുകളുടെ റെയിൽവേ ട്രാക്കിന് ആവശ്യമായിട്ടുള്ള പില്ലറുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. കൂടാതെ 250 കിലോമീറ്ററിലധികം വേഗത കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ലോക്കൽ ബുള്ളറ്റ് ട്രെയിനുകളെന്ന് വിശേഷിപ്പിക്കാവുന്ന ഹൈസ്പീഡ് ട്രെയിനുകൾ ഡെവലപ്പ് ചെയ്യാനും ഇന്ത്യൻ റെയിൽവേ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇന്ത്യൻ റെയിൽവേയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ലോക്കോമോട്ടീവ്സും വാഗൺസും നിർമ്മിക്കുന്ന ഒരു ലോക്കൽ പവർ ഹൗസ് ആക്കി മാറ്റുകയാണ്. അതായത് 3ാം മോദി സർക്കാർ നിലവിൽ വരികയാണെങ്കിൽ, അതുമല്ലെങ്കിൽ 2024 ലോക്സഭാ ഇലക്ഷന് ശേഷം റെയിൽവേയിൽ വളരെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ് വരാൻ പോകുന്നത്. ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെക്കുറിച്ചും ആ സ്റ്റോക്കുകൾക്ക് പ്രഭുദാസ് ലീലാധർ എന്ന ബ്രോക്കേജ് ഏജൻസി നൽകിയിരിക്കുന്ന ടാർഗറ്റുകളെക്കുറിച്ചുമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് RVNL കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 289 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 0.85% ഉയർന്നാണ് 289 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകിയത്. പ്രഭുദാസ് ലീലാധർ RVNLന് 315 രൂപ മുതൽ 340 രൂപ വരെയുള്ള 2 ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ സ്റ്റോപ്പ് ലോസ് 285 രൂപയായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. 282 എന്ന 50-യുടെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ നിന്നും സ്റ്റോക്ക് ഉയരുകയും ഇവിടെ നിന്നും 270 എന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് 315, 340 തുടങ്ങിയ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യും എന്നാണ് പ്രഭുദാസ് ലീലാധർ അവകാശപ്പെടുന്നത്. 285 രൂപ സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. RVNLൻ്റെ വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നോക്കിയാലും ഏകദേശം ഇതേ സാഹചര്യം തന്നെയാണ് കാണുന്നത്. 270 എന്ന ലെവലിന് മുകളിൽ വീക്കിലി ബേസിസിൽ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വന്നു കഴിഞ്ഞു. 300, 320, 350 തുടങ്ങിയ ടാർഗറ്റുകളെ സ്റ്റോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 250, 245 തുടങ്ങിയ ലെവലുകളിൽ സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുകയും ഇവിടെ ആഴ്ചകളോളം നീണ്ടുനിന്ന അക്യുമുലേഷൻ സ്റ്റോക്കിൽ നടക്കുകയും ചെയ്തിരുന്നു. രണ്ടാമത്തെ സ്റ്റോക്ക് IRFC കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 5% ഉയർന്ന് 187 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 33.95, ഡിവിഡൻഡ് yield 0.95%. IRFCക്ക് പ്രഭുദാസ് ലീലാധർ 180, 195 തുടങ്ങിയ 2 ടാർഗറ്റുകളാണ് നൽകുന്നത്. 131 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 142 എന്ന ലെവൽ സ്റ്റോക്കിൻ്റെ 50-യുടെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് ആയിരുന്നു. 142 എന്ന ലെവലിൽ നിന്നും സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയും 157 ക്ലോസിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ചാർട്ട് വളരെയധികം അട്രാക്റ്റീവ് ആണെന്നാണ് പ്രഭുദാസ് ലീലാധർ പറയുന്നത്. ഇതുകൊണ്ട് 131 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 180, 195 തുടങ്ങിയ ടാർഗറ്റുകൾ IRFCയിൽ എയിം ചെയ്യാമെന്ന് പ്രഭുദാസ് ലീലാധറിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. IRFC എന്ന സ്റ്റോക്കിൻ്റെ വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും 130, 140 എന്ന ലെവലിൽ അക്യുമുലേഷൻ പൂർത്തിയായതിനു ശേഷം സ്റ്റോക്ക് 180 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകുകയും 188 അല്ലെങ്കിൽ 186 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ നിന്നും 180, 200 തുടങ്ങിയ ടാർഗറ്റുകൾ റീടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. മൂന്നാമത്തേത് ഇർകോൺ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2.6% ഉയർന്ന് 280 രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകി. 23,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 25.04, ഡിവിഡൻഡ് yield 1.20%. ഇർകോൺ ഇൻ്റർനാഷണലിന് പ്രഭുദാസ് ലീലാധർ 260 രൂപ, 280 രൂപ തുടങ്ങിയ 2 ടാർഗറ്റുകളാണ് നൽകുന്നത്. 210 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 212 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട് റീജിയൻ ആയിരുന്നു.
220 50-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് ആയിരുന്നു. 50-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്ന സപ്പോർട്ടിൽ നിന്നും സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയും 250 എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും 280 എന്ന ടാർഗറ്റാണ് നമ്മൾക്ക് എയിം ചെയ്യാവുന്നത്. 210 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നോക്കിയാൽ ഇർക്കോൺ എന്ന സ്റ്റോക്കിലും റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നിട്ടുണ്ട്. 250 സ്റ്റോക്കിൻ്റെ ഒരു പ്രൈമറി റെസിസ്റ്റൻസ് സോൺ കൂടിയാണ്. ഇവിടെ നിന്നും 230 220 എന്ന ലെവൽ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഫ്രഷ് പൊസിഷൻ എടുക്കാം. അതല്ലെങ്കിൽ 260 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് വന്നതിന് ശേഷം ഫർദർ അപ്സൈഡ് മൊമെൻറ്റത്തിന് വേണ്ടിയും സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് റൈറ്റ്സ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1% ഉയർന്ന് 694 രൂപയ്ക്ക് അടുത്ത സ്റ്റോക്ക് ക്ലോസിംഗ് നൽകി. റൈറ്റ്സ് എന്ന സ്റ്റോക്കിന് 785 രൂപയുടെയും 805 രൂപയുടെയും ടാർഗറ്റാണ് പ്രഭുദാസ് ലീലാധർ നൽകിയിരിക്കുന്നത്. 617 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 673 എന്ന ലെവൽ സ്റ്റോക്കിൻ്റെ 50-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് ആയിരുന്നു. 50-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ സപ്പോർട്ട് ലഭിച്ചതിന് ശേഷം സ്റ്റോക്ക് 690 എന്ന ലെവലിനടുത്ത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 760 805 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. 617 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 630 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ കൂടിയാണ്. റൈറ്റ്സിൻ്റെ വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നോക്കിയാലും ഈ രീതിയിലുള്ള ഒരു ഫോർമേഷൻ തന്നെയാണ് കാണുന്നത്. സ്റ്റോക്കിന് 630 എന്ന ലെവലിൽ സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുകയും അവിടെ നിന്നും 694 ഈവൻ 700 എന്ന സൈക്കോളജിക്കൽ റെസിസ്റ്റൻസിനെ ബ്രേക്കൗട്ട് ചെയ്യാൻ സ്റ്റോക്ക് ശ്രമിക്കുകയുമാണ്. പ്രീവിയസ് ഹൈ ആയ 800 820 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്